നമസ്കാരം. വാഷിംഗ്ടണിലും ബെയ്ജിംഗിലും നിലനിൽക്കുന്ന വ്യാപാര മത്സരം ആഗോള ഓഹരി വിപണികളെ കനത്ത തിരിച്ചടിയിലാക്കിയിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം എടുത്ത കർശനമായ വരുമാന നയങ്ങളും ചൈന അതിന് പ്രതികാരമായി സ്വീകരിച്ച അധിക തീരുവ നടപടികളും ചേർന്നതോടെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുള്ള പേടി നിക്ഷേപകരിൽ പിടിമുറുക്കുകയാണ്. ഇന്ത്യൻ വിപണിയിലും അതിന്റെ പ്രതിഫലനം അത്യന്തം കഠിനമായിരുന്നു. വ്യാപാര ആരംഭം മുതൽ തന്നെ സെൻസെക്സിന് 3000 പോയിന്റ് വരെ നഷ്ടമുണ്ടായപ്പോൾ നിഫ്റ്റി 21,800 താഴേക്ക് പതിച്ചു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റുകളിൽ 10% ഇടിവ് രേഖപ്പെടുത്തി. നിക്ഷേപകരുടെ ആസ്തികളിൽ നിന്നും നിമിഷങ്ങൾ കൊണ്ട് 19 ലക്ഷം കോടി രൂപ അപ്രത്യക്ഷമായി. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം 383.95 ലക്ഷം കോടി രൂപയിലേക്ക് കുറയുകയും ചെയ്തു. സെക്ടറൽ തലത്തിൽ നോക്കിയാൽ നിഫ്റ്റി മെറ്റൽ സൂചികയ്ക്ക് 7% നഷ്ടം നേരിടേണ്ടി വന്നു. IT, ഓട്ടോ, എനർജി, റിയൽറ്റി തുടങ്ങിയ മേഖലകളും 4 മുതൽ 5% ഇടിവ് രേഖപ്പെടുത്തി. ജപ്പാന്റെ നിക്കൈ 8.8% ഇടിഞ്ഞു. ഒരു വർഷത്തിലേറെക്കാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നീങ്ങുകയായിരുന്നു. ചൈനയുടെ ഇടക 300 സൂചിക 4.5% ഇടിഞ്ഞപ്പോൾ ഹോങ്കോങ് ഹാങ് സെങ് സൂചിക 8% വരെ ഇടിഞ്ഞു. മലേഷ്യ, തായ്വാൻ പോലുള്ള വിപണികളിലും വലിയ നഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത്. 10% വരെ തകർച്ച തായ്വാൻ വിപണിയിലുണ്ടായി. US പ്രതീക്ഷിക്കപ്പെടുന്ന മാന്ദ്യം വലിയ വിൽപ്പന സമ്മർദ്ദങ്ങൾക്ക് വഴിവെച്ചതോടെ ആഗോള ഓഹരി വിപണികൾ വലിയ രീതിയിൽ പൊള്ളിയെന്ന് തന്നെ വിലയിരുത്താം.